നമസ്കാരം. 2016 സ്വാഗതം. 27 നക്ഷത്രക്കാർക്കും 2016 എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യൻ ആസ്ട്രോളജിക്കൽ സിസ്റ്റം, ഭാരതീയ ജ്യോതിഷ ശാസ്ത്ര പ്രകാരമാണ് ഇവിടെ സൂചനകൾ നൽകുന്നത്. പരിഹാര നിർദ്ദേശങ്ങളുമുണ്ട്. ആചാര്യന്മാർ വളരെ പണ്ട് ചില പരിഹാര നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ പരിഹാരങ്ങൾ അനുഷ്ഠിച്ചാൽ ദോഷഫലങ്ങൾ കുറയുമെന്നും ശുഭഫലങ്ങൾ വർദ്ധിക്കുമെന്നുമാണ് ആചാര്യന്മാർ പറയുന്നത്. അനുഭവത്തിലും അത് തന്നെയാണ്. ജ്യോതിഷം എപ്പോഴും അനുഭവത്തിലൂടെ മാത്രം ഉൾക്കൊള്ളുക, അന്യരുടെ അഭിപ്രായം സ്വീകരിക്കാതിരിക്കുക. നമുക്ക് ജ്യോതിഷം ശരിയായി വരുന്നു എങ്കിൽ അത് അംഗീകരിക്കുക. അന്യരുടെ അഭിപ്രായത്തിന് ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. പരിഹാരം അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരുന്നുവെങ്കിൽ, ദോഷകാഠിന്യം കുറയുന്നുവെങ്കിൽ അത് അനുഭവേദ്യമാക്കുക, അത് വീണ്ടും ആവർത്തിക്കുക. അവിടെയും അന്യരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളും അന്യോന്യം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഒരു മനുഷ്യ ശരീരത്തിൽ പോലും ഓരോ അംശവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നാഡീവ്യൂഹം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനുള്ള തെളിവാണ്. ഓരോ സെല്ലിനും മറ്റു സെല്ലുകളുമായിട്ട് അല്ലെങ്കിൽ സെൻട്രൽ സിസ്റ്റവുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഒരു ആശയവിനിമയമുണ്ട്. ഇതുള്ളത് കൊണ്ടാണ് ഈ ഹ്യൂമൻ ബോഡി, മനുഷ്യൻ്റെ ഈ ശരീരം വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നത്. മനുഷ്യൻ്റെ ശരീരം പ്രവർത്തിക്കുവാനായിട്ട് പുറത്തു നിന്നുമുള്ള പല സഹായവും നമുക്ക് ആവശ്യമുണ്ട് എന്നും അറിയാം. ഗ്രാവിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പല വസ്തുക്കൾ നമുക്ക് ചുറ്റുമുള്ളത് നമ്മളെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും സ്വാധീനിക്കുന്നു. പ്രതികൂലമായിട്ട് സ്വാധീനിക്കുന്നത് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ കഴിയും. റേഡിയേഷനാണ് ഏറ്റവും നല്ല ഉദാഹരണം. നമ്മൾ എവിടെ താമസിക്കുന്നു എന്നുള്ളതിന് പ്രാധാന്യമുണ്ട്. അടുത്തുള്ള വസ്തുക്കളുടെ സ്വാധീനം നമ്മളെ വളരെയധികം ബാധിക്കും. എപ്പോഴും ക്ലൈമറ്റ് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത് നമുക്കറിയാം. നമ്മൾ ഊട്ടി താമസിക്കുന്നതും ട്രിവാൻഡ്രത്ത് താമസിക്കുന്നതും ഡൽഹി താമസിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചിലരുടെ ശരീരഘടനയ്ക്ക് ചില പ്രത്യേക സ്ഥലങ്ങൾ അനുയോജ്യമായിരിക്കില്ല. അപ്പോൾ പരിസരം, നമ്മുടെ ഇമ്മീഡിയറ്റ് എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ വളരെയധികം സ്വാധീനിക്കുന്നു. നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി, ബോഡി വൈബ്രേഷൻസ്, സിസ്റ്റം, അതിനെ വളരെയധികം സ്വാധീനിക്കുന്നു എന്ന് ആചാര്യന്മാർ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ഈ മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ശരീരത്തിന് ഉള്ളിലുള്ള ഓരോ സെല്ലും അല്ലെങ്കിൽ സെൻട്രൽ സിസ്റ്റവുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് പ്രപഞ്ചവുമായിട്ട് പരിസരവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആധുനികമായിട്ടുള്ള ആശയവിനിമയം, ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ടുള്ള വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ തന്നെയുള്ള സ്വാധീനങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, റേഡിയേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ക്ലൈമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കും. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സ്വാധീനങ്ങൾ നമുക്കുണ്ട്. പരിഹാരം കൊണ്ട് ചില വ്യത്യാസങ്ങൾ നമുക്ക് വരുത്തുവാൻ കഴിയും. പരിഹാരങ്ങൾ അത്യാവശ്യമായിട്ടും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. എല്ലാ ഐശ്വര്യവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. ജ്യോതിഷത്തിൻ്റെയോ പരിഹാരത്തിൻ്റെയോ സയൻറ്റിഫിക് ആയിട്ടുള്ള ആസ്പെക്റ്റിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നില്ല, സ്പർശിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പരിഹാരം കൊണ്ട്, നമ്മുടെ ജപം കൊണ്ടുവരുന്ന വൈബ്രേഷൻസ് നമ്മുടെ ചുറ്റുപാടുകളെ എങ്ങനെ സ്വാധീനിക്കുന്നു, അത് നമ്മളിൽ തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് പോലെയുള്ള ആധുനിക സമ്പ്രദായങ്ങൾ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള സമ്പ്രദായങ്ങളെ ശരിവെക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടി പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. നമ്മുടെ ആത്മവിശ്വാസം കൊണ്ട്, ജപത്തിലൂടെയുള്ള നമ്മുടെ ആത്മവിശ്വാസം മനസ്സിൽ നിന്ന് ബ്രെയിനിൽ നിന്ന് വരുന്ന ഈ ആത്മവിശ്വാസം കൊണ്ട് നമ്മുടെ എന്ത് അഡ്വേഴ്സിറ്റിയെയും നമുക്ക് അതിജീവിക്കുവാൻ കഴിയും എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ്. അതിനും പരിധികളുണ്ട്. എന്നാലും പരിഹാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ വരുത്തും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. 2016 ഫലങ്ങൾ, 27 നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ 12 രാശികളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഓരോ രാശിയിലും 2.25 നക്ഷത്രം.
ഈ ഓരോ രാശിക്കാരുടെയും ഈ വർഷത്തെ 2016 ശുഭ സൂചനകളും അത്രത്തോളം ശുഭമല്ലാത്ത സൂചനകളും ഇവിടെ പറയുന്നുണ്ട്. ഓരോ കാര്യങ്ങൾക്കും ഓരോ രാശിക്കും അതിൻ്റേതായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളുമുണ്ട് എന്നറിയാം. നമ്മുടെ പരിഹാരങ്ങൾ കൊണ്ട് നമ്മുടെ ഒരു ഇന്നർ എൻജിനീയറിങ്, നമ്മുടെ ഒരു ഇന്നർ സിസ്റ്റത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്ന് മാത്രമല്ല, നമ്മളെ വിജയപാതയിലേക്ക് നയിക്കുകയും ചെയ്യും എന്നുള്ളതിലും യാതൊരു സംശയവും വേണ്ട. ഓം. ആദ്യത്തെ രാശി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗമാണ് ഈ രാശിയിൽ വരുന്നത്. ഈ വർഷം അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിരിക്കും. ആദ്യത്തെ മാസങ്ങൾ 2016 ആദ്യത്തെ മാസങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ വരെ നേട്ടങ്ങളുടെ കാലമാണ്. പല കാരണങ്ങൾ കൊണ്ടും വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്ക് വിവാഹം നടക്കുവാൻ ഭാഗ്യമുള്ള ഒരു വർഷമാണെന്നറിയുക. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. ഹയർ എഡ്യൂക്കേഷൻ പ്രോസ്പെക്ട്സ് കാണുന്നുണ്ട്. മെഡിസിൻ, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് കോഴ്സസ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി ഇങ്ങനെയുള്ള കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനും ദൂരദേശത്തും വിദേശത്തും ഒക്കെ വിദ്യാഭ്യാസം നടത്തുവാനും പൊതുവെ നേട്ടങ്ങൾ വന്നു ചേരുവാനും ഭാഗ്യമുള്ള ഒരു വർഷമാണ് 2016. അതിന് സംശയം വേണ്ട. പുതിയ വാഹനം, വസ്ത്രം, വീട് ഇങ്ങനെയുള്ള പൊതുവെ ഗെയിൻസ്, നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും ഈ വർഷം കാണുന്നുണ്ട്. പൊതുവെ ലക്ഷറി ഐറ്റംസ് വാങ്ങാനും ദൂരയാത്രയ്ക്കും ഉല്ലാസയാത്രയ്ക്കുമൊക്കെയുള്ള ഭാഗ്യമുണ്ട്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും പ്രത്യേകിച്ച് നല്ല സമയമാണ് എന്നറിയാം. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥനയോടുകൂടി ശ്രമിക്കുക. തീർച്ചയായിട്ടും നേട്ടങ്ങൾ വന്നു ചേരും. ചുവന്ന പവിഴം, റെഡ് കോറലാണ് ഭാഗ്യരത്നം. ബ്രൈറ്റ് റെഡ് കളർ ഡ്രസ് ധരിക്കുക. തീർച്ചയായിട്ടും ഭാഗ്യം വർദ്ധിക്കും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. പൊതുവെ ഈ വർഷം നന്നായിരിക്കും. എന്നാൽ അവസാനത്തെ 3 മാസങ്ങൾ അധിക ചെലവ് വരാം. മഹാലക്ഷ്മി പ്രീതി വരുത്തുന്നതുകൊണ്ട് ഈ പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. ദിവസവും മഹാലക്ഷ്മിയുടെ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായി ജപിക്കുക. സാമ്പത്തികമായി മെച്ചപ്പെടും എന്ന് മാത്രമല്ല, കുടുംബത്തിന് പൊതുവെ ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യും. ഇടവം രാശി. കാർത്തിക അവസാനത്തെ 1/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ചെറിയ നേട്ടങ്ങൾ വർഷത്തിന്റെ ആദ്യ ഭാഗത്ത് കാണുന്നുണ്ട്. ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ വർഷത്തിന്റെ അവസാന ഭാഗത്തും കാണുന്നു. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ആദ്യം ഒരു തടസ്സം വരാം. കണ്ടക ശനി കാലമാണെന്ന് പറയും. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ആദ്യം ഒരു തടസ്സം വരാമെങ്കിൽ തന്നെയും ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ വർഷത്തിന്റെ അവസാന മാസങ്ങൾ നേട്ടങ്ങൾ തീർച്ചയായിട്ടും നൽകും. അതിൽ സംശയം വേണ്ട. പഴയ ബാധ്യതകളൊക്കെ ഉള്ളവർക്ക്, പഴയ കടം പ്രയാസങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ വർഷത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാം. ആ ബുദ്ധിമുട്ടുകളൊക്കെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് മാറ്റാം എന്നുള്ളതേ ഉള്ളൂ. ആരോഗ്യപരമായിട്ടും ചെറിയ പ്രയാസങ്ങളൊക്കെ കാണുന്നുണ്ട്. പ്രായമായവർക്ക്, റൊമാറ്റിക് കംപ്ലയിൻസ് ഉള്ളവർക്കൊക്കെ ശരീരത്തിന് വേദന, ജോയിൻസിനൊക്കെ വേദനയും പ്രയാസങ്ങളും വരാം. ഉറക്കക്കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. മനസ്സിന് ഒരു ടെൻഷൻ, കാരണമില്ലാതെ തന്നെ മനസ്സിന് ഒരു ടെൻഷൻ വരുന്ന ഒരു കാലമാണെന്ന് അറിയില്ല. അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നുള്ളത്. എന്നാൽ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പഠന കാര്യങ്ങളിൽ അലസത, ശരീരത്തിന് ക്ഷീണം, എപ്പോഴും കിടക്കാനുള്ള ഒരു ടെൻഡൻസി, പിന്നെ നമ്മുടെ കൂട്ടുകെട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. കൂട്ടുകെട്ട് കൊണ്ട് പ്രയാസങ്ങൾ വരാം. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അലിഗേഷൻസ് ഒക്കെ വരുന്ന ഒരു വർഷമായിരിക്കും 2016 എന്നുള്ളതുകൊണ്ട് വളരെ റെസ്പോൺസിബിൾ പൊസിഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നവർ ഒരു പ്രത്യേക ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഗ്രഹങ്ങൾ നൽകുന്ന സൂചന. അതുകൊണ്ട് പരിഹാരങ്ങളും സ്വയം നിയന്ത്രണവും അത്യാവശ്യമാണ്. സോഷ്യലൈസേഷനൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അപ്പോഴേക്കും അലിഗേഷൻസും പ്രയാസങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നീങ്ങും. പൊതുവെയുള്ള ഈ തടസ്സങ്ങളും പ്രയാസങ്ങളും നീങ്ങുവാനായിട്ട് ശനിയാഴ്ച വ്രതം എടുക്കുക. വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസ്, പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. എപ്പോഴും ഒരു കോൺസെൻട്രേറ്റഡ് എഫേർട്ട് പ്രാർത്ഥനയിൽ വേണം. ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ നീരാജനം കഴിപ്പിക്കുക. ആത്മാർത്ഥമായിട്ട് ദിവസവും അയ്യപ്പ സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് നിവർന്നിരുന്ന് ജപിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ പ്രയാസങ്ങളൊക്കെ, തടസ്സങ്ങൾ അങ്ങോട്ട് നീങ്ങും. അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരും. വർഷത്തിൻ്റെ അവസാന മാസങ്ങൾ നേട്ടങ്ങൾ വരാനുള്ള ഭാഗ്യമുണ്ട്. വജ്രമാണ് ഈ രാശിക്കാർ ധരിക്കേണ്ടുന്ന രത്നം. ബ്രൈറ്റ് വൈറ്റ് കളർ, ഗ്രീൻ കളർ, മൾട്ടി കളർ ഡ്രസ്സസ് ഇവയൊക്കെ തന്നെയും ഭാഗ്യം വർദ്ധിപ്പിക്കും എന്ന് ആചാര്യന്മാർ പറയും.
മിഥുനം രാശി, മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. തടസ്സങ്ങൾ അല്പം കുറയുന്ന ഒരു വർഷമാണെന്ന് പ്രത്യേകിച്ചറിയാം. ദൈവാധീനം പൂർണ്ണമായും ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല, എന്നാലും തടസ്സങ്ങൾ കുറയും. അതുകൊണ്ട് തന്നെ അല്പം ഒരു ആശ്വാസം വരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളൊക്കെ അതിൻ്റെ ഒരു സൂചനകളൊക്കെ ലഭിച്ചു തുടങ്ങും 2016 ആദ്യ മാസങ്ങൾ മുതൽ. മാസങ്ങൾ മുന്നോട്ട് പോകുന്തോറും ചെറിയ നേട്ടങ്ങളും ആശ്വാസവും ഒക്കെ വരുന്നതായിട്ടാണ് ഗ്രഹസൂചനകൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം മധ്യമമാണെന്ന് പറയാൻ വലിയ നേട്ടങ്ങൾ ഉണ്ടാവില്ല, എന്നാലും തരക്കേടില്ലാത്തൊരു കാലമാണ്. എന്നാൽ ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും നേട്ടങ്ങൾ വന്നു ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവുമുണ്ട്. വിവാഹ കാര്യങ്ങളിലെ തീരുമാനങ്ങൾക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട്. ജാതകങ്ങൾ തമ്മിലൊക്കെ നന്നായിട്ട് പൊരുത്തമുണ്ടെങ്കിൽ മുന്നോട്ട് പോകാവുന്നതാണ്. പ്രണയ കാര്യങ്ങൾക്കും തരക്കേടില്ല എന്ന് പറയാം. അതിനകത്ത് ചെറിയ പ്രയാസങ്ങളും തടസ്സങ്ങളും ഒക്കെ വരാമെങ്കിൽ തന്നെയും വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഹയർ എഡ്യൂക്കേഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. നേട്ടങ്ങൾ പൊതുവെ വന്നു ചേരാനുള്ള ഒരു യോഗവും 2016 കാണുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. മരതകമാണ്, എമറോൾഡ് ആണ് ഈ രാശിക്കാർ ധരിക്കേണ്ടുന്ന രത്നം. ബ്രൈറ്റ് ഗ്രീൻ ഡ്രസ് ധരിക്കുക, ഭാഗ്യം വർദ്ധിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. പൊതുവെ സന്തോഷവും സമാധാനവും ഒക്കെ വരുത്തുവാനായിട്ട് നാരായണീയം ദിവസവും ഭക്തിപൂർവ്വം പാരായണം ചെയ്യുക. അതുകൊണ്ട് മനസ്സിന് സമാധാനവും ആരോഗ്യവും സന്തോഷവും ലഭിക്കും എന്നുള്ളതിലും യാതൊരു സംശയവും വേണ്ട. ഇനി കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. ഈ വർഷം നേട്ടങ്ങളുടെ ഒരു വർഷമായിരിക്കും. തുടക്കം മുതൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു മെച്ചപ്പെടുന്ന ഒരു അവസ്ഥ ഗ്രഹസ്ഥിതിയിൽ കാണുന്നുണ്ട്. പഴയ ബാധ്യതകളുള്ളവർക്ക് ഇത് പൂർണ്ണമായിട്ടും അനുഭവവേദ്യമാകില്ല, എന്നാലും ഈ വർഷം വരുമാനം വർദ്ധിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് തരക്കേടില്ലാത്ത അർഹിക്കുന്ന രീതിയിലുള്ള ജോലി തന്നെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. പ്രത്യേകിച്ച് ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എഞ്ചിനീയേഴ്സ്, ബിസിനസ് എക്സിക്യൂട്ടീവ്സ്, പൊതുവെ ഒരു പ്രൊഫഷണൽ ലൈനിലുള്ളവർക്ക്, അതായത് കലാകാരന്മാർക്ക്, TV, ഫിലിം ആക്ടേഴ്സിന്, ഡയറക്ടേഴ്സിന്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്, ഇവർക്കൊക്കെ പുതിയ അവസരങ്ങൾ വരാനും പേരും പണവും പ്രശസ്തിയും ഒക്കെ വരാനും ഭാഗ്യമുള്ള ഒരു വർഷമാണ് 2016. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അലട്ടിയിരുന്ന പല പ്രയാസങ്ങളും നീങ്ങിപ്പോകുന്നതായിട്ടും അനുഭവപ്പെടും. പൊതുവെ ഒരു സന്തോഷവും സമാധാനവും കുടുംബത്തിൽ വരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം. വീഴ്ച, മുറിവൊക്കെ പറ്റാതെ ഒന്ന് ശ്രദ്ധിച്ചോളാം. പ്രത്യേകിച്ച് ജാതകത്തിൽ രാഹു, കേതു, ശനി ബന്ധം വരുന്ന ഒരു സമയമാണെങ്കിൽ ശരീരവും ആരോഗ്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. ശിവപ്രീതി വരുത്തുന്നത് കൊണ്ട് ഈ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങിപ്പോയിക്കൊള്ളും. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റി ഉണ്ട്. മാത്രമല്ല പ്രൊഫഷണൽ കോഴ്സസ്, എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ഇതിനൊക്കെയുള്ള മാനേജ്മെൻറ്റ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി, ഇങ്ങനെയുള്ള പുതിയ പുതിയ ഫീൽഡുകളിലേക്കുമൊക്കെ പ്രവേശിക്കാനായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യവും കൂടുന്നുണ്ട്. ഇങ്ങനെയുള്ള അനുകൂലമായിട്ടുള്ള ഈ ഫലങ്ങളിൽ തടസ്സങ്ങൾ നീക്കുവാനായിട്ട് മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി ദിവസവും ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിക്കുക. പൊതുവെ വരുവാൻ സാധ്യതയുള്ള തടസ്സങ്ങളൊക്കെ തന്നെയും നീങ്ങി കുടുംബത്തിന് ഐശ്വര്യവും സമാധാനവും ലഭിക്കും. പേൾ, മുത്താണ് ഭാഗ്യരത്നം. ബ്രൈറ്റ് വൈറ്റ് കളർ, ബ്രൈറ്റ് പൊതുവെയുള്ള ബ്രൈറ്റ് കളേഴ്സ് ചേരുമെങ്കിലും ബ്രൈറ്റ് വൈറ്റും ബ്രൈറ്റ് ക്രീമും ബ്രൈറ്റ് റെഡുമായിരിക്കും ഏറ്റവും ശരിയ. ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ട് ഭാഗ്യം വർദ്ധിക്കും എന്ന് ആചാര്യന്മാർ പറയുന്നു. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദത്തെ കാൽഭാഗം. ഈ വർഷം ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അതിനുവേണ്ടി കാര്യമായിട്ട് ശ്രമിക്കുക. അധിക പണച്ചെലവ് വരുന്ന കാലമാണ് എന്നുള്ളത് കൊണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രതീക്ഷിക്കാത്ത സമയത്ത് പൊതുവെ പണച്ചെലവ് വരാനുള്ള സാധ്യതയുണ്ട്. വാഹനത്തിന് റിപ്പയർ വർക്ക് വരാം, വീടിന് അറ്റകുറ്റപ്പണികൾ വരാം. പിന്നെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടും പണച്ചെലവ് വരാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ വേണം.
ശ്രദ്ധിക്കണം. ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾ സ്വയം വരാം, കുടുംബത്തിൽ ആർക്കെങ്കിലും വരാം, അതുവഴി പണച്ചെലവിനുള്ള സാധ്യതയുമുണ്ട് എന്നറിയുക. ചെറിയ കച്ചവടക്കാർക്ക് നേട്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ലോണും സഹായവും, ഈ പേഴ്സൺസ് ഓഫ് പവർ ഓർ അതോറിറ്റി, നല്ല സ്ഥാനങ്ങളിലിരിക്കുന്നവരുടെ സഹായം കൊണ്ട് ചെറിയ നേട്ടങ്ങൾ, അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത, ഇവയൊക്കെ വരാനുള്ള ഭാഗ്യവും. വിവാഹ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ദൂരയാത്രയ്ക്കും ഉല്ലാസയാത്രയ്ക്കും ഭാഗ്യമുള്ള ഒരു വർഷവുമാണെന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. എന്നാലും പണച്ചെലവ് അവിടെയും കാണാവുന്നതാണ്. ഗ്രഹസൂചനകളിൽ പ്രയാസങ്ങൾ, ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നീക്കുവാനായി മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി ദിവസവും ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിക്കുക. വെള്ളിയാഴ്ചകളിൽ വ്രതമെടുത്ത് ദേവീ ക്ഷേത്ര ദർശനം നടത്തി അവിടെ ദേവീ മാഹാത്മ്യം പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. പൊതുവെയുള്ള പ്രയാസങ്ങൾ നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും വന്നു ചേരും. മാണിക്യമാണ് ഈ രാശിക്കാർ ധരിക്കേണ്ടുന്ന രത്നം. ബ്രൈറ്റ് റെഡ് കളർ ഡ്രസ് ധരിക്കുക. ഭാഗ്യം തീർച്ചയായിട്ടും വർദ്ധിക്കും. കന്നിരാശി, ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ടുണ്ടായിരുന്ന വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ, എമോഷണൽ ആയിട്ടുള്ള ടെൻഷൻസ്, ഇവയൊക്കെ ഈ വർഷം 2016 കാര്യമായിട്ട് കുറയും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വെൽത്ത് ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. കുടുംബ വസ്തുവൊക്കെ ലഭിക്കുവാനും പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സാധ്യതയുമുണ്ട്. അതായത് പുതിയ വീടോ വസ്തുവോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ഒക്കെ വന്നു ചേരാനും, വളരെ ലക്ഷറി കാർസോ അല്ലെങ്കിൽ ലക്ഷറിയസ് ഐറ്റംസ് വാങ്ങാനുള്ള ഭാഗ്യവും 2016 കാണുന്നുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് നല്ല സമയമാണ്. പ്രണയ സാധ്യത കാണുന്നു എന്ന് മാത്രമല്ല, ഈ പേഴ്സൺസ് ഓഫ് അതോറിറ്റി ഉള്ളവർക്ക്, പൊതുവെ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് ആരോപണങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. ആരോപണങ്ങൾ വരാം. പക്ഷേ ഈ രാശിക്കാർക്ക് പൊതുവെ ഒരു മനോബലമുണ്ട് എന്നുള്ളതുകൊണ്ട് പൊതുവെയുള്ള ആരോപണങ്ങളും പ്രയാസങ്ങളും ഇമോഷണൽ ടെൻഷൻസും ഇവരെ വളരെയധികം ബാധിക്കാറില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. പൊതുവെ നേട്ടങ്ങൾ വരും, തടസ്സങ്ങളൊക്കെ നീങ്ങും. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസും ഈ വർഷം കാണുന്നുണ്ട്. എന്നാൽ പഠന കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ബ്രേക്കോ തടസ്സമോ ഒക്കെ വരാം. പഠന കാര്യങ്ങളിൽ താഴേക്ക് വരാൻ, അതായത് പഠിക്കുന്നത് എഫേർട്ട് കുറയാനുള്ള സാധ്യത ഈ വർഷമുണ്ട് എന്നുള്ളത് കൊണ്ട് പഠന കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. മരതകമാണ്, എമറോൾഡ് ആണ് ഈ രാശിക്കാർ ധരിക്കേണ്ടുന്ന രത്നം. ബ്രൈറ്റ് ഗ്രീൻ ഡ്രസ് ധരിക്കുക. ഭാഗ്യം തീർച്ചയായിട്ടും വർദ്ധിക്കും. ശ്രീകൃഷ്ണ പ്രീതിയാണ് വരുത്തേണ്ടത്. ബുധനാഴ്ച, വ്യാഴാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക, അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതനാമാവലി ദിവസവും ഭക്തിപൂർവ്വം ജപിക്കുക. പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ടെൻഷൻസ് കുറയുന്ന ഒരു കാലമാണ്. സാമ്പത്തികമായിട്ട് മെച്ചപ്പെടും. വിദേശവുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടങ്ങൾ വരുന്ന സമയമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് നല്ല ജോലി തരപ്പെടുവാനും ബിസിനസ് തരപ്പെടുവാനുമുള്ള ഭാഗ്യമുണ്ട്. ദൈവാധീനം വർദ്ധിപ്പിക്കുക. ഈ ദോഷങ്ങളൊക്കെ കുറച്ചൊന്ന് കുറയുന്ന ഒരു കാലത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഗുരുവന്ദനമാണ്. ഗുരുവന്ദനം, ഈശ്വര പ്രാർത്ഥന രണ്ടും വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഭാരതീയമായിട്ടുള്ള ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൽ ഇത് രണ്ടും അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയം വേണ്ട. പൊതുവെ വിദ്യാർത്ഥികൾക്കും നേട്ടങ്ങൾ വരുന്ന ഒരു സമയമാണ്. ഹയർ എഡ്യൂക്കേഷന് വളരെയധികം സാധ്യതയുള്ള പ്രൊഫഷണൽ കോഴ്സസിന്, മെഡിസിൻ, എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ്റ് കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനുള്ള ഭാഗ്യം. ഈ കോഴ്സസ് കംപ്ലീറ്റ് ചെയ്തവർക്ക് നല്ല പ്ലേസ്മെൻറ്റ്, MNC പ്ലേസ്മെൻറ്റ്, ഫോറിൻ പ്ലേസ്മെൻ്റ് ഒക്കെ വന്നു ചേരുവാനും ഭാഗ്യമുള്ള ഒരു സമയമാണെന്ന് പ്രത്യേകിച്ച് അറിയാം. സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. ചെറിയ ബിസിനസ് കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ വരാനുള്ള ഭാഗ്യം ഈ വർഷമുണ്ട്. അവർക്ക് വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ തന്നെ സഹായം, ആരിൽ നിന്നെങ്കിലും സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ കൊണ്ട് ബിസിനസ് നന്നായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യാൻ, വിപുലീകരിക്കുവാനും അതിലൂടെ ബിസിനസ്സിൽ നേട്ടങ്ങൾ വരാനുമുള്ള ഭാഗ്യമുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് ഈ വർഷമാണ് അനുയോജ്യം എന്ന് പ്രത്യേകിച്ച് അറിയാം. പ്രണയ സാഫല്യമൊക്കെ വരാനുള്ള
ഭാഗ്യമുണ്ട്. പ്രണയമൊക്കെ വിവാഹത്തിൽ എത്താനുള്ള ഭാഗ്യമുണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന ഒരു കാലമാണ്. കുടുംബജീവിതത്തിലും ഒരു സുഖവും സന്തോഷവും ഒക്കെ വരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ഗണപതി പ്രീതി അത്യാവശ്യം വരുത്തണം. അടുത്ത മഹാക്ഷേത്രത്തിൽ സ്വന്തം ജന്മനാളിലും മുടങ്ങാതെ ഗണപതി ഹോമം നടത്തുക. അവിടെ നാളികേരവും നിവേദിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ദേവീക്ഷേത്ര ദർശനം വെള്ളിയാഴ്ചകളിൽ നടത്തുന്നതും വളരെ നല്ലതാണ്. വജ്രമാണ് ഈ രാശിക്കാർ ധരിക്കേണ്ടുന്ന രത്നം. ബ്രൈറ്റ് ക്രീം മൾട്ടി കളർ ഡ്രസ്സസ് ഒക്കെ ധരിക്കുന്നത് കൊണ്ട് ഭാഗ്യം വർദ്ധിക്കും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഈ വർഷം മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട. ഈ വർഷം ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ശരീരത്തിന് ഒരു ക്ഷീണമൊക്കെ വരാം. അതുകൊണ്ട് വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ന് വെച്ച് വിഷമിക്കാനൊന്നും തന്നെയില്ല. പ്രാർത്ഥന കൊണ്ട് ദോഷങ്ങളൊക്കെ മാറാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ജാതകവശാൽ അനുകൂലമായിട്ടുള്ള കാലമാണ് എങ്കിൽ ദോഷങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ദോഷങ്ങൾ അനുഭവത്തിൽ വരികയുമില്ല. പ്രായമായവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ജോയിൻസിനൊക്കെ പെയിൻ വരാതെയും ഒക്കെ പ്രത്യേക ഇൻഫെക്ഷൻ പ്രോൺനെസ്സും അതൊന്നും വരാതെ ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ട് ചെറിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് വർഷത്തിൻ്റെ അവസാന മാസങ്ങൾ 2016 ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ ആകുമ്പോൾ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടും. ഈ വർഷത്തിൻ്റെ ആദ്യ ഭാഗത്തുണ്ടായിരുന്ന അല്പം ഒരു സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഒക്കെ അവസാന മാസങ്ങളിൽ അങ്ങോട്ട് മറയും എന്നുള്ളതാണ്. ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് ഈ വർഷത്തിൻ്റെ അവസാനം വളരെ ആശ്വാസം കിട്ടും. വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം വരുന്ന രീതിയിൽ സാഹചര്യങ്ങളൊക്കെ ഒത്തുവരും എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. വിവാഹ കാര്യങ്ങൾക്ക് ഈ വർഷത്തിൻ്റെ അവസാനമാണ് പൊതുവെ വിവാഹ കാര്യങ്ങളിൽ ഈ സെലക്ഷൻ വളരെ ശ്രദ്ധയോടുകൂടി നടത്തണം. ജാതകപ്പൊരുത്തം വളരെ പ്രധാനമാണ്. നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിന് ചേരുന്ന വ്യക്തിയാണോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ഒരു തീരുമാനമെടുക്കാൻ. എൽഡേഴ്സിൻ്റെ, എക്സ്പേർട്സിൻ്റെ അഡ്വൈസോടുകൂടി മാത്രമേ വിവാഹമായാലും മറ്റെന്ത് കാര്യം, ഇപ്പോൾ ബിസിനസ് ആയാലും പുതിയ ജോലി ആയാലും എന്ത് കാര്യമായാലും ഒരു എക്സ്പേർട്ട് അഡ്വൈസ് ഇല്ലാണ്ട് മുന്നോട്ട് പോകുക. ജന്മശനി കാലത്ത് പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റായിട്ട് വരുന്ന, പിന്നീട് തെറ്റാണെന്ന് നമുക്ക് ബോധ്യം, എങ്ങനെ ഞാൻ ആ തീരുമാനം എടുത്തു എന്ന് പോലും സംശയിക്കുന്ന രീതിയിൽ പിന്നീട് നമ്മൾ ചിന്തിച്ചു എന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലൊരു പ്രത്യേകം നിയന്ത്രണം വേണം, ഒരു ചിന്ത വേണം. നേട്ടങ്ങൾ തീർച്ചയായിട്ടും അവസാന മാസങ്ങളിൽ പ്രതീക്ഷിക്കാം. ചുവന്ന പവിഴമാണ് ഈ രാശിക്കാർ ധരിക്കേണ്ടുന്ന രത്നം. ബ്രൈറ്റ് റെഡ് കളർ ധരിച്ചോളൂ. ഭാഗ്യം തീർച്ചയായിട്ടും വർദ്ധിക്കും. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. ടെൻഷൻസ് അല്പം കുറയുന്ന വർഷമാണ് 2016. പൊതുവെ പുതിയ ജോലി അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലം ഒന്ന് മാറാനുള്ള സാധ്യത, അല്ലെങ്കിൽ വിദേശത്തേക്കുള്ള യാത്ര, കൂടുതൽ യാത്രകൾ വരാനുള്ള സാധ്യത, യാത്ര കൊണ്ട് നേട്ടങ്ങൾ, ഹൈ പൊസിഷൻസിലുള്ളവരെ കൊണ്ട് നേട്ടങ്ങൾ, ഇവയൊക്കെ വരുവാൻ ഭാഗ്യമുള്ള ഒരു കാലമാണെന്ന് പ്രത്യേകിച്ച് 2016. വിവാഹ കാര്യങ്ങൾക്കും നല്ല സമയമാണ്. നേട്ടങ്ങൾക്കുള്ള സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ വരാം. പ്രതീക്ഷിക്കാത്ത സമയത്ത് നേട്ടങ്ങൾ വരാനുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ കർമ്മം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ പ്രവൃത്തി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. 7.5 ശനിക്കാലമാണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രവൃത്തി ശരിയാക്കുക. ഭാഗ്യം വരും. ഭാഗ്യം ഭഗവാനാണ് തരേണ്ടത്, ഈശ്വരനാണ് തരേണ്ടത്. അപ്പോൾ ഭാഗ്യം വരുന്നൊരു കാലമാണ്. ഈശ്വരാധീനം ഉണ്ട് എങ്കിൽ നമ്മുടെ പ്രവൃത്തി, മുൻ പ്രവൃത്തികളും അതിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന പ്രത്യേകിച്ച് വേണ്ട ഒരു കാലമാണ്. ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക, നവഗ്രഹയുള്ള പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശനിക്ക് നീരാജനം കഴിപ്പിക്കുക, എള്ളുണ്ട, എള്ള്, മധുരം പൊതുവെ അഗതിക്ക് ദാനം ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വളരെ നല്ലതാണ്. ആചാര്യന്മാർ പറയുന്നുണ്ട്. ഗുരുവന്ദനവും അത്യാവശ്യമാണ് ഈ കാലത്ത്. ഗുരുവന്ദനം, ഗുരുപ്രീതി ഒക്കെ വരുത്തുന്നുണ്ട്. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നത് കൊണ്ടൊക്കെ നേട്ടങ്ങൾ വരാനുള്ള ഭാഗ്യം 2016 കാണുന്നുണ്ട്. 2016 കഴിയുന്നതിന് മുമ്പ് പൊതുവെ മനസ്സിനൊരു സന്തോഷം, ഈ വർഷം നന്നായി മുന്നോട്ട് പോയി ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റി എന്ന് സന്തോഷിക്കാനുള്ളൊരവസ്ഥ വർഷത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്കുണ്ടാവും. ആദ്യമേ അത് നേട്ടങ്ങൾ തന്നെയാണ്. അവസാന ഭാഗത്ത് നമുക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് നെക്സ്റ്റ് ഇയറിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരും എന്നുള്ളതാണ്. പുഷ്യരാഗം, മഞ്ഞ പുഷ്യരാഗമാണ് ഈ രാശിക്കാർ ധരിക്കേണ്ടത്. രത്നം ബ്രൈറ്റ് യെല്ലോ കളർ ഡ്രസ് ധരിക്കുക. ഭാഗ്യം തീർച്ചയായിട്ടും വർദ്ധിക്കും.
മകരം രാശി ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. കോപമൊക്കെ അല്പം ഒന്ന് കുറയ്ക്കേണ്ട ഒരു വർഷമാണ്. പെട്ടെന്ന് ദേഷ്യം വരാൻ, ഇമ്പൾസീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം, ഒരു സെൽഫ് കൺട്രോൾ അത്യാവശ്യം വേണ്ട ഒരു വർഷമാണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കും. ഓവർ ഇമോഷണൽ ആയിരിക്കും ഈ വർഷം. ആ ഇമോഷൻസ്, വികാരങ്ങൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബ ബന്ധങ്ങളിൽ ചെറിയ പ്രയാസം, ശൈഥില്യം വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ആ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഒരു നിയന്ത്രണം വേണം. സോഷ്യലൈസേഷനൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക, ഒന്ന് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. പണച്ചെലവിലും പ്രത്യേക ഒരു ശ്രദ്ധ വേണം. പ്രായമായവർക്ക് ചെറിയ ആരോഗ്യ പ്രയാസങ്ങളോ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എക്സ്പെൻസസോ, വാഹനത്തിനും ഗൃഹത്തിനും അല്പം എക്സ്പെൻസസോ ഒക്കെ വരുന്ന ഒരു കാലമാണെന്ന് പ്രത്യേകിച്ച് അറിയുക. എന്നാലും ആവശ്യത്തിന് പണം വന്നു ചേരും. വർഷത്തിൻ്റെ അവസാന ഭാഗം പ്രത്യേകിച്ച് 2016 ഏതാണ്ട് കഴിയാറാവും, അനുകൂലമായിട്ടുള്ള സൂചനകൾ ലഭിച്ചു തുടങ്ങും. അപ്പോൾ പണമൊക്കെ വരും, പുതിയ ജോലിയൊക്കെ ലഭിക്കും. മനസ്സിന് സന്തോഷവും സമാധാനവും ഈ വർഷം കഴിയുന്നതിന് മുൻപ് തന്നെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യമാണ്. ദൈവാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് ശ്രീ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഈ ദൈവാധീനം തീർച്ചയായിട്ടും വന്നുകയും മനസ്സിന് സമാധാനവും സന്തോഷവും വരികയും ചെയ്യും. നാരായണീയ പാരായണം ദിവസവും നടത്തുന്നതുകൊണ്ട് മനസ്സിന് സമാധാനവും സന്തോഷവും വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ നിയന്ത്രണവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇന്ദ്രനീലമാണ് ഈ രാശിക്കാർ ധരിക്കേണ്ടുന്ന രത്നം. ബ്രൈറ്റ് ബ്ലൂ കളർ ഡ്രസ് ധരിക്കുക. ഭാഗ്യം വർദ്ധിക്കും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇനി കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ തന്നെ നേട്ടങ്ങളുടെ സൂചനകൾ, നേട്ടങ്ങളൊക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, TV ആർട്ടിസ്റ്റ്, ഫിലിം ആർട്ടിസ്റ്റിനൊക്കെ നേട്ടങ്ങൾ വരുന്ന ഒരു വർഷമാണെന്ന് പ്രത്യേകിച്ച് അറിയാം. ആദ്യം തന്നെ അവസരങ്ങൾ, അവാർഡ്, റെക്കഗ്നിഷനൊക്കെ വരാനും യോഗമുള്ള കാലമാണ് എന്നുള്ളതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക. പുതിയ അവസരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് നേട്ടങ്ങളുടെ സൂചനകൾ ലഭിച്ചു തുടങ്ങും. അവർക്ക് കച്ചവടമൊക്കെ ഒന്ന് വിപുലീകരിക്കുവാനായിട്ട്, ഡൈവേഴ്സിഫൈ ചെയ്യുവാനായിട്ടുള്ള മാർഗങ്ങൾ, സാഹചര്യം വന്നു ചേരും. ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ ലഭിക്കുവാനുള്ള ഭാഗ്യവും ഈ വർഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ കാണുന്നുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് വളരെ നല്ല സമയമാണ്. പ്രാർത്ഥനയോടുകൂടി വിവാഹത്തിനായി ശ്രമിക്കുക. ചൊവ്വാദോഷം കൊണ്ടും മറ്റ് ജാതകത്തിലെ ചെറിയ പ്രയാസങ്ങൾ കൊണ്ടും വിവാഹം നീണ്ടുപോയിരുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ്. തിങ്കളാഴ്ച വ്രതമെടുത്ത് ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിച്ചുകൊണ്ട് വിവാഹത്തിനായി ശ്രമിച്ചോളൂ. നല്ല വിവാഹം ലഭിക്കാനുള്ള ഭാഗ്യം ഈ വർഷം കാണുന്നു. പ്രാർത്ഥനയോടുകൂടി അതിനായി ശ്രമിക്കുക. വിദേശ ജോലി, വിദേശ യാത്ര, ഉല്ലാസയാത്ര ഇവയ്ക്ക് ഭാഗ്യമുണ്ട്. ജോലി തരപ്പെടും, പ്രൊമോഷൻ സാധ്യതയുണ്ട്. സാലറി അരിയേഴ്സ് ഒക്കെ വന്നു ചേരുവാനുള്ള ഭാഗ്യവുമുണ്ട്. ഇന്ദ്രനീലമാണ് ഈ രാശിക്കാർ ധരിക്കേണ്ടുന്ന രത്നം. ബ്രൈറ്റ് ബ്ലൂ കളർ ഡ്രസ് ധരിക്കുക. ഭാഗ്യം തീർച്ചയായിട്ടും വർദ്ധിക്കും. ശാസ്താ പ്രീതി വരുത്തുക. ശാസ്താ സ്തോത്ര ജപം ദിവസവും നടത്തുക. ദോഷങ്ങളൊക്കെ നീങ്ങി കുടുംബത്തിന് ഐശ്വര്യം വന്നു ചേരും. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി രേവതി. ഇവർക്ക് ഈ വർഷത്തിൻ്റെ അവസാന ഭാഗമാണ് നല്ലത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ നേട്ടങ്ങൾ വരാനുള്ള ഭാഗ്യമുണ്ട്. ആദ്യ മാസങ്ങളിൽ അധിക പണച്ചെലവും കാര്യങ്ങൾക്ക് തടസ്സം, അതുകൊണ്ട് തന്നെ മനസ്സിന് ഒരു ടെൻഷനും അല്പം ഒരു നിരാശയൊക്കെ വരും. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. വർഷത്തിൻ്റെ അവസാന നേട്ടങ്ങൾ വരും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. 2016 നേട്ടങ്ങളോടുകൂടി തന്നെ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങൾക്കും സെക്കൻഡ് ഹാഫ്, 2016 സെക്കൻഡ് ഹാഫാണ് നല്ലത്. ആദ്യ മാസങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ പ്രത്യേകം ഒരു ശ്രദ്ധ വേണം. റോങ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വരാൻ സാധ്യത ഏറെയാണ് എന്ന് ആചാര്യന്മാർ പറയുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് ഈ വർഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ. അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ ഈ വർഷത്തിൻ്റെ അവസാന മാസങ്ങളിൽ ലഭിക്കുവാനും, ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് ഈ വർഷത്തിൻ്റെ അവസാന മാസങ്ങളിലാണ് നേട്ടങ്ങൾ കാണുന്നത്. ഹൈ പൊസിഷൻസിലിരിക്കുന്നവരെ കൊണ്ട് സഹായം, അതുകൊണ്ട് നേട്ടം, ഇതൊക്കെ വരാനുള്ള
ഭാഗ്യമുണ്ട്, പ്രണയിക്കാനൊക്കെയുള്ള ഒരു സാധ്യതയുള്ളൊരു കാലമാണെന്ന് പ്രത്യേകിച്ചറിയാം. എന്നാൽ ആ കാര്യത്തിലുള്ള തീരുമാനങ്ങളൊക്കെ വർഷത്തിൻ്റെ അവസാനം മതി. കാരണം തെറ്റായിട്ടുള്ള ചോയ്സ് വരാനുള്ള സാധ്യത ഏറെയാണെന്നറിയാം. പുഷ്യരാഗമാണ് ഈ രാശിക്കാർ ധരിക്കേണ്ടുന്ന രത്നം. ബ്രൈറ്റ് യെല്ലോ കളർ ഡ്രസ് ധരിക്കുക. ഭാഗ്യം തീർച്ചയായിട്ടും വർദ്ധിക്കും. നേട്ടങ്ങളോടുകൂടി ഈ വർഷം കഴിയുവാനാണ് ഭാഗ്യം. സന്തോഷമായിരിക്കുക. 27 നക്ഷത്രക്കാരുടെയും ഈ വർഷം 2016 ഈ അനുഭവ സൂചനകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എത്രത്തോളം ഇത് ശരിയാകുന്നുണ്ട് എന്ന അനുഭവത്തിൽ അറിയുക. പരിഹാര നിർദ്ദേശങ്ങളും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പരിഹാര നിർദ്ദേശങ്ങൾ അങ്ങോട്ട് അനുഷ്ഠിച്ചോളൂ. അവരവരുടെ മതാചാര പ്രകാരമാണ് പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. ഇവിടെ ഭാരതീയ രീതിയിലുള്ള പരിഹാരങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഏത് മതത്തിൽ വിശ്വസിക്കുന്നു ആ രീതിയിലുള്ള ഒരു പ്രാർത്ഥനാ ക്രമം അനുഷ്ഠിക്കുക. ഫലങ്ങൾ തീർച്ചയായിട്ടും വരും. ഭാരതീയമായിട്ടുള്ള ആചാരങ്ങൾ അനുസരിച്ചിട്ടുള്ള ഈ ഫലങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അന്യമതസ്ഥര് അവരുടേതായിട്ടുള്ള വിശ്വാസ പ്രമാണം അനുസരിച്ച് മുന്നോട്ട് പോവുക. എത്രത്തോളം ഇത് ശരിയാകുന്നുണ്ട് എന്ന് പ്രത്യേകം പരിശോധിക്കുക. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ ഭാഗ്യമുള്ള ഒരു വർഷമാണ്. അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരും. പ്രാർത്ഥന കൊണ്ട് ദോഷങ്ങൾ കാര്യമായിട്ട് കുറയ്ക്കുവാനും കഴിയും. ശുഭഫലങ്ങൾ കാര്യമായിട്ട് വർദ്ധിപ്പിക്കുവാനും കഴിയും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ജ്യോതിഷം കൊണ്ട് എത്രത്തോളം യൂട്ടിലിറ്റി ഉണ്ടോ, ഉപയോഗമുണ്ടോ, അത്രത്തോളം നമ്മളത് ഉപയോഗിക്കുക. ആ നേട്ടങ്ങൾ അതുകൊണ്ട് വരുന്നുവെങ്കിൽ വരട്ടെ. പിന്നെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്തുണ്ട്. നമ്മുടെ താമസ സ്ഥലം വളരെയധികം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. നമ്മുടെ അനുഭവ പരമ്പരകളെ സ്വാധീനിക്കും. നമുക്ക് ചേരാത്തൊരു സ്ഥലത്താണ് നമ്മുടെ താമസം എന്നുണ്ടെങ്കിൽ പലപ്പോഴും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരണം എന്നില്ല. ചില സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരികയും ചെയ്തത് വസ്തു പ്രധാനമാണ്. അപ്പോൾ അതൊക്കെ ജ്യോതിഷിയോട് ചോദിച്ച് നമുക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണോ എന്നൊക്കെ ജ്യോതിഷിയോട് ചോദിച്ച് പ്രശ്നരാശി കൊണ്ട് ചിന്തിച്ച് അറിയുക. 2016 സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.